तू है के नहीं, तू है के नहीं, तू है के नहीं, तू है के नहीं। Your smile shining on my face, I found it better to be lost in you, rather try and be the real good me. My mind was racing against my heart. Hold you tight and feel the love. Let me live with your beautiful soul. Your smile shining on my face, I found it better to be lost in you, rather try and be the real good me. My mind was racing against my heart. Hold you tight and feel the love. Let me live with your beautiful soul. मेरे पास तेरे और मेरे पास Let me feel ya, let me feel ya. I want you close to me all the time. Let me feel ya, let me feel ya. Let me feel you close to me. तेरे सपनों के बिना मैं आंखें बंद ना कर सकूं, तुझे खो के इस जहां में मेरी रूह न पाए सकूं। इन आँखों की नमी का एहसास है तेरी यादें, आज मैं हूँ अधूरा क्योंकि ना रही तेरी आदतें। There are no words to define you, how beautiful you were. In your arms I found a place where I could feel there was some care. I was chasing your shadow to a world that's gone insane. I just want to be the raindrop that would take away all your pain. Let me feel ya, let me feel ya. I want you close to me all the time. Let me feel ya, let me feel ya. Let me feel you close to me. മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം സർവ്വഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരും പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക്
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തെയും നാഥനും സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നതിനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സംഘത്തിനകത്ത് നിന്നുള്ള വായന. കർത്താവാനാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവ് കൊണ്ടാകുകയില്ല. പച്ചയായ തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നെഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും തേണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊടുത്ത് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ എന്നേക്ക് ഞാൻ വസിക്കും. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ രോഗ്യാനുഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ ഞങ്ങളുടെ മകൻ ക്രിസ്റ്റിക്കും മകൾക്കും നൽകിയിരിക്കുന്ന അനവധി നന്മകൾക്കായി ഞങ്ങൾ ഇപ്പോൾ അർപ്പിക്കുന്ന നന്ദി ഞങ്ങൾ സ്വീകരിക്കണമേ. നാളിതുവരെ പരിപാലിച്ചു തുടർന്നും ഈ മകനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധമാമോദീസയിലൂടെ മകനെ സ്വന്തം മകനായി സ്വീകരിച്ചു. വിശുദ്ധ കുമ്പസാരത്തിൻ്റെയും കുർബാനയുടെയും ആത്മീയ പോഷണം നൽകി വളർത്തി. ഇപ്പോഴത്തെ വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ട് ലോകത്തെ വിശദീകരിക്കാനുള്ള ദൗത്യവും നൽകി അങ്ങയുടെ ശിഷ്യനായി ഉയർത്തുന്നു. സ്നേഹനിധിയായ ദൈവമേ, വിളിയുടെ ആഴവും അർത്ഥവും മനസ്സിലാക്കി ഉത്തമ കുടുംബജീവിതം നയിക്കാൻ ഈ മകനെ പ്രാപ്തനാക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഈ മകൻ്റെ മേൽ ചൊരിയണമേ. അബ്രാഹമിൻ്റെയും സാറായുടെയും അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് സ്ഥാപിക്കപ്പെടുന്ന ഈ പുതിയ കുടുംബത്തെയും ആശീർവദിക്കണമേ. ആയുസ്സും ആരോഗ്യവും സാമ്പത്തിക സ്വസ്ഥയും ഐശ്വര്യവും അവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. അങ്ങയുടെ അരൂപയുടെ സഹായത്താൽ ചൊവ്വുള്ളവ മാത്രം ചിന്തിക്കാനും നല്ല തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ അവർക്ക് കഴിയട്ടെ. സന്താന സൗഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കണമേ. അങ്ങ് കനിവോടെ നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള നല്ല മനസ്സൊക്കെ പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ മഹത്വം ജീവിത ലക്ഷ്യമാക്കി ജീവിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ. നല്ല ദൈവമേ, കുടുംബത്തെയും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവരെയും ഇന്ന് വിവാഹത്തിൽ സംബന്ധിക്കുവാൻ എത്തുന്നവരെയും നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്നവരെ സുരക്ഷിത യഥാസ്ഥലങ്ങളിൽ എത്തിക്കണമേ. വിശുദ്ധ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. ഇന്നത്തെ എല്ലാ ചടങ്ങുകളും വിജയകരമായി നടത്തുവാൻ ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. നീ പോലും കാണാതെ നിൻ കണ്ണിൽ വിരിയുന്ന നക്ഷത്രദീപമാണു ദൈവം. നീ പോലും അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. അകതാരിലൊഴുകുന്ന ആത്മീയ തീർത്ഥമാണു ദൈവം. നീ പോലും നിനയാതെ അകതാരിലൊഴുകുന്ന ആത്മീയ തീർത്ഥമാണു ദൈവം. നീ പോലും ഓർക്കാതെ നിന്നാവിൽ കിനിയുന്ന
നാദമാണു ദൈവം. നീ പോലും ഓർക്കാതെ നിന്നാവിൽ കിനിയുന്ന സ്വർഗീയ നാദമാണു ദൈവം. നീ പോലും അറിയാതെ നിന്നുള്ളിൽ നിറയുന്ന പാവന സ്നേഹമാണു ദൈവം. കർത്താവരുളിയ കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുണി ബലിയർപ്പിക്കാം. സർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. മർത്യനുശാന്തി പ്രത്യാശ്രയമെന്നേക്കും. സദസ്സായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ
മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തൊഴിലായ കന്യകമാരെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്നതിന് വഴിയാകും. നിന്റെ മക്കൾ മേശയിലും സൈന്യമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് ചില മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളെപ്പോഴും സമർപ്പിക്കുവാൻ കടപ്പെട്ടതാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും.
സ്ത്രീ ബലിക്കുന്ന പാത്രമാണെങ്കിലും ജീവനാത്മയ്ക്ക് തുല്യാവകാശത്തിന് അവരുടെ ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 തിരുവചനങ്ങൾ 2 മുതൽ. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവമായിട്ടിരിക്കും. ഈശോയിലെ പ്രിയപ്പെട്ട ക്രിസ്റ്റി, ജെഫിൻ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ വെച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ ക്രിസ്റ്റിയും ജെഫിനും ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവരെ ആരംഭിക്കുന്ന ക്രിസ്തീയ കുടുംബജീവിതം ദൈവസന്നിധിയിലെ പ്രീതികരമായി തീരുമാനം, മനുഷ്യരുടെ ബഹുമാനമുള്ളതായി തീരുമാനം നമുക്ക് ഇവർക്ക് എൻ്റെ ഹൃദയമാണ് പ്രാർത്ഥിക്കുകയും ഈ കുദാശ ഏറ്റവും യോഗ്യതയോടുകൂടി ഇവരെ സ്വീകരിക്കുവാൻ ഇടവരുകയും ചെയ്യട്ടെ. രണ്ടുപേർക്കും കുടുംബജീവിതത്തിലേക്ക് ആശംസ പ്രാർത്ഥനാപൂർവ്വം ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നേരുകയാണ്. നിങ്ങളെ വിവാഹം എന്ന കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ ദൈവം വിളിച്ചിരിക്കുന്ന കുടുംബജീവിതത്തിലേക്കുള്ള വിളിക്ക് അനുസരിച്ച് ഉള്ള ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ട്. ഈ കൃപ ഏറ്റവും യോഗ്യതയോടുകൂടി നിങ്ങൾ സ്വീകരിക്കുവാനായിട്ടുള്ള പരിശ്രമം നടത്തണം. 3 ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 1, കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക്, കുടുംബജീവിതത്തിൻ്റെ മാത്രമല്ല എല്ലാ ജീവിതത്തിൻ്റെയും ഭദ്രതയ്ക്ക് അത്യാവശ്യമായ കാര്യമാണ് ദൈവാനുഗ്രഹം എന്നുള്ളത്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന നമ്മുടെ ആരുടെ ചോയ്സ് കൊണ്ട് വന്നൊന്നുമല്ല. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മുടെ ചോയ്സല്ല, ജീവിതം ചോയ്സല്ല, ബുദ്ധിശക്തിയോ കഴിവുകളോ ചോയ്സല്ല. നമ്മൾ ജനിച്ചിരിക്കുന്ന സ്ഥലവും തീയതികളും ഡേറ്റും കാലഘട്ടവും ഒന്നും നമ്മുടെ ചോയ്സല്ല. ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടതാണ്. ദൈവം വലിയ അനുഗ്രഹത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരാണ്.
ദൈവം തന്നിരിക്കുന്ന മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനായിട്ടും ദൈവം തന്നിരിക്കുന്ന ഗുരുക്കന്മാരായിട്ടുള്ളവരെ ബഹുമാനിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ടതിന്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. മകനെ മകളെ നീ എത്ര വലിയവരായാലും അധ്യാത്മമുള്ളവരായും സൗന്ദര്യമുള്ളവരായും കഴിവുള്ളവരായും സമ്പത്തുള്ള ആളായും ശരിയുടെ മാതാപിതാക്കന്മാരെ അപമാനിക്കരുത്. മാതാപിതാക്കന്മാരുടെ അപമാനങ്ങൾക്ക് ബഹുമാനത്തിന് കാരണമായി തീരുകയില്ല. അപ്പൻ്റെയും അമ്മയുടെയും കടന്നയിൽ വീഴരുത്. അങ്ങനെ കടന്നയിൽ വീണാൽ കുടുംബത്തിൻ്റെ അടുക്കള ഇളകി പോകുന്നതാണ്. അതനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുകയും കുടുംബജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് പരിശ്രമം തുടരുകയും ചെയ്യുക. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ കുടുംബജീവിതം ദൈവകൃപയിൽ വളരുകയും ദൈവം തരുന്ന മക്കളെ സന്തോഷവും സ്വീകരിച്ച് അവരുടെ വിശ്വാസത്തിനും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർത്തുകയും ചെയ്യാനായിട്ട് നമ്മുടെ കടപ്പാടെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ട്രസ്റ്റി ചാക്കോയ്ക്കും ജെഫിൻ സൂസൻ ചാക്കോയ്ക്കും എല്ലാ ആശംസയും പ്രാർത്ഥനയും നൽകുകയാണ്. ആദിയിൽ പുരുഷന് ജീവിതസ്ഥിതിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമർപ്പണത്തോടും കൂടി ജെഫിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമർപ്പണത്തോടും കൂടി സെബാസ്റ്റ്യനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പലതരം അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ പൊതുവായി സ്വീകരിച്ചെടുക്കാതെ വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി ഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉദ്ധൃതമായിരിക്കുന്ന പുരുഷന് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ മനുഷ്യാത്മാവിനെ
മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ നീ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജനിച്ചു സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾക്ക് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ വിശുദ്ധായപ്പോൾ നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നമ്മുടെ മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ ശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയുടെ ആത്മാവോടും കൂടെ.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ വിഷവും എല്ലാ സ്തുതിയും അവിടുത്തെ കൃപയും കാര്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിലവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുലാശയായ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുത്തെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുലാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തെ സ്ത്രീയും ബഹുമാനവും കൃതജ്ഞതയെ സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much,
but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it
heart. I really want you, girl. And I dream about you, girl. I will never let you go. You're in my soul. I won't forget you, girl. You left me all alone. And I hate that I love you, girl. I promise I won't lie. I promise you, together we can fly. I promise you, I promise I won't hurt you ever again. I promise you, I promise I won't lie. I